ബെൻസൺ കൂടിയുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. ബെൻസൺ ഇപ്പോൾ ഏത് പഞ്ചായത്തിലാണ് നിൽക്കുന്നത്? അവിടുത്തെ പോളിംഗ് ശതമാനം ഏറുകയാണോ? ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ടോ? പ്രശ്നബാധിത ബൂത്ത് ഏതെങ്കിലും ആ പഞ്ചായത്തിലുണ്ടോ? എവിടെയാണ് നിൽക്കുന്നത്? അഖില, ഞാനിപ്പോൾ ഉള്ളത് അമരമ്പലം പഞ്ചായത്തിലാണ്. അമരമ്പലം GLP സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ 4 ബൂത്തുകളാണുള്ളത്. 233, 34, 235, 236 എന്നിങ്ങനെ 4 ബൂത്തുകളാണുള്ളത്. ഇതിൽ 236-ാം ബൂത്തിൽ ഒരല്പം തിരക്കുണ്ട്. അതിൻ്റെ കാരണം അവിടുത്തെ മെഷീൻ ഒരല്പം സ്ലോ ആണ് എന്നുള്ളതാണ്. അതായത് ഓരോ വോട്ടർമാരും വോട്ട് ചെയ്തിറങ്ങാൻ ഒരല്പം സമയമെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഒരു അല്പം തിരക്കുള്ളത്. മറ്റ് ബൂത്തുകളിൽ കാര്യമായ തിരക്കില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ അമരമ്പലം പഞ്ചായത്തിൽ പരമാവധി വോട്ട് രേഖപ്പെടുത്തി പോകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് പരമാവധി വോട്ട് രേഖപ്പെടുത്തി പോകുന്നുണ്ട്. അമരമ്പലം പഞ്ചായത്തിൽ 35.12% വോട്ട് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 12:30 സമയം കഴിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കാര്യമായി തന്നെ പോളിംഗ് നടക്കുമെന്ന് പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. നമുക്കറിയാം, ഇത് LDFന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ശക്തി കേന്ദ്രം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു മേഖലയാണ്. 19 വാർഡുകൾ ഉള്ളതിൽ 12ഉം LDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് അമരമ്പലം പഞ്ചായത്ത്. ചേട്ടാ, എങ്ങനെയുണ്ട്? ഇവിടെ കുറച്ച് സ്ലോ ആണോ? മെഷീൻ കുറച്ച് സ്ലോ ആണോ? സ്ലോ ഒന്നല്ല, കുറച്ച് വോട്ടർമാർ കൂടുതലുള്ള ഇതാണെന്ന് തോന്നുന്നു. അല്ലാതെ സ്ലോ ഒന്നല്ല, കുഴപ്പമില്ലാണ്ട് തന്നെ പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. 236 കുറച്ച് വോട്ടർമാർ കൂടുതലുള്ള അതുകൊണ്ടാണ് ഇതിൽ തിരക്ക്. രാവിലെ തൊട്ട് തന്നെ കാര്യമായിട്ടുള്ള തിരക്കുണ്ടോ? തിരക്കുണ്ട്, രാവിലെ മുതൽ ഇതിൽ തിരക്കുണ്ട്. നമ്മൾ ഈ കുറച്ചങ്ങ് ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോയപ്പോൾ അവിടെ അധികം വലിയ വോട്ടർമാരൊന്നും വന്നില്ല, കാര്യമായിട്ടുള്ള വോട്ടിംഗ് നടന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ചധികം ക്യൂ കണ്ടു. അതുകൊണ്ടാണ് എല്ലാവരും പോയി മഴ ഒഴിവും കൂടി കാരണം കൊണ്ട് എല്ലാവരും കൂടി പെട്ടെന്ന് വന്നതാണ്. ഉച്ച കഴിയുമ്പോഴും കാര്യമായിട്ട് അതിന് ആളുകൾ വരും. അത്യാവശ്യം വോട്ട് അത്യാവശ്യം എണ്ണം കൂടുതലുള്ളതാണ് ഇതിൽ. അതുകൊണ്ടാണ് ഇതിൽ തിരക്ക് കൂടുതൽ. എന്താ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്? ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? എങ്ങനെയുണ്ട്? വലിയ ചൂട്, വലിയ കാര്യമായിട്ടുള്ള പ്രചാരണമൊക്കെ നടന്ന സ്ഥലങ്ങളാണ്. അതെ, മഴയൊന്നുമില്ലെങ്കിൽ നല്ല രീതിയിലുള്ള പോളിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ട്? യുവാക്കളിലാണ് ഇപ്പോഴത്തെ നാടിൻ്റെ പ്രതീക്ഷ. അപ്പോൾ എങ്ങനെയാണ് ഇലക്ഷൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? കാര്യമായിട്ട് ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് ഒരു ആവശ്യമുള്ള ഉപതെരഞ്ഞെടുപ്പായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അപ്പം കുറേ എല്ലാ സ്ഥാനാർത്ഥികളും വന്ന് വോട്ട് ചോദിച്ചിട്ടുണ്ടാകും. അപ്പം നമ്മുടെ നാട്ടിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ മണ്ഡലത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചർച്ചയായി പോയിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ വോട്ട് ചെയ്യേണ്ടത് ആർക്കാണെന്നൊക്കെ തീരുമാനിച്ച് വന്നേക്കുവാണ്. നല്ലൊരു തെരഞ്ഞെടുപ്പാണ്. നല്ലൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുറച്ചധികം ആളുകളുള്ള ഒരു ബൂത്താണ്. അതിനാലാണ് ഇത്രത്തോളം ആളുകൾ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ചേച്ചി, അമ്മ കുറേ നേരമായി നിൽക്കുന്നു? മടുത്തോ? മടുത്താലും വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ എന്നാണ് കേട്ടോ അമ്മ പറയുന്നത്. ചേച്ചി കുറേ നേരമായോ ചേച്ചി നിൽക്കുന്നത്? അമ്മ കുറേ നേരമായോ? കുഴപ്പമില്ല, അവർ വോട്ട് ചെയ്യാൻ നിൽക്കുന്നു കുറച്ച് നേരമായി. പക്ഷേ ആളുകൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം ആളുകളുള്ള അല്ലെങ്കിൽ വോട്ടേഴ്സ് ഉള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ് അമരമ്പലം പഞ്ചായത്ത്. ഇത് LDFൻ്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ്. 19 വാർഡുകൾ ഉള്ളതിൽ 12 വാർഡുകളും LDF ഭരിക്കുന്ന. കൂടുതൽ വോട്ട് LDFന് നേടാൻ കഴിയും, വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന പോളിംഗ് സ്റ്റേഷനാണ്, പോളിംഗ് ബൂത്താണ്. ഇവിടെ കൂടുതലും വനിതകൾ തന്നെയാണ്, സ്ത്രീകൾ തന്നെയാണ് കൂടുതലും ക്യൂവിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വോട്ട് ചെയ്ത് വീട്ടിലേക്ക് പോകാമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും വന്ന് നിൽക്കുന്നത്. ചേട്ടൻ വോട്ട് ചെയ്തതാണോ അതോ കൂടെ വന്നാണോ? കാത്ത് നിൽക്കുകയാണ്. രാവിലെ തന്നെ വന്ന് ചെയ്തോ? ഇല്ല, ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. ഇവിടെ കാര്യമായിട്ടുള്ള തിരക്കുണ്ടായിരുന്നോ? വലിയ ക്യൂ ഒക്കെ ഉണ്ട്? എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? എങ്ങനെയുണ്ട്? നല്ല ചൂട് പിടിക്കും. അപ്പം കുറച്ച് നല്ല സ്ഥാനാർത്ഥികളുണ്ട്. അൻവറുണ്ട്, സ്വരാജുണ്ട്, ഷൗക്കത്തുണ്ട്. കാര്യമായിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ കാലയളവിലെല്ലാം കഴിഞ്ഞു. അപ്പം എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇലക്ഷനെ മൊത്തത്തിൽ? നമ്മളെ ഷൗക്കത്താക്ക തന്നെയാണ് നാളെ കാര്യമായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും ഷൗക്കത്താക്ക നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് നമ്മളെ വിശ്വാസം. അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും നമുക്കറിയാം, ഇത്രയും ദിവസത്തെ പ്രചാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അതിനനുസരിച്ച് വോട്ട് ചെയ്യുന്നു. ചേട്ടാ, കുറേ നേരമായോ വന്ന് വെയിറ്റ് ചെയ്യുന്നു? ഇല്ല, ജസ്റ്റ് വന്നേയുള്ളൂ. മഴയൊക്കെ മാറി നിൽക്കുന്ന കാലാവസ്ഥയാണ്. കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുമായിരിക്കും അല്ലേ? അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തിയാണ് വന്നത്. കാലാവസ്ഥ അനുകൂലമാണ്. ചേട്ടന്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള കാലാവസ്ഥ അനുകൂലമാണോ? അനുകൂലമാണ്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ കാര്യമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ച